Welcome to Sunday Special Baking Class. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വളരെ എളുപ്പത്തിലും വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് രണ്ട് ചോക്ലേറ്റ് ഗാർണിഷ് ഐസ് വെച്ചുണ്ടാക്കാൻ സാധിക്കും. അതാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർണിഷ് ഇപ്പോൾ എമർജൻസി ആയിട്ട് കേക്ക് ഓർഡർ വന്ന് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ നിങ്ങളുടെ ചോക്ലേറ്റ് ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് എന്തെങ്കിലും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കേക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷനും ആയിരിക്കും ഇത് കേട്ടോ. വേറൊന്നുമില്ല, ഞാൻ ഒരു ബോള് ഐസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ. സാധാരണ 100% ചോക്ലേറ്റ് ഒന്നുമല്ല, കോമ്പൗണ്ട് സിമ്പിൾ ചോക്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചാണ് നമ്മൾ ഇന്ന് ഗാർണിഷ് തരുന്നത്. രണ്ട് ഗാർണിഷ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സാധാരണ ഐസ് ക്യൂബ്സ് നമ്മുടെ വീട്ടിലുള്ള ട്രേയിലുള്ള ഐസ് ക്യൂബ്സ് ഒരു ബോളിലോട്ട് ഇട്ടു. സോ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് വലിയ ഒത്തിരി ലൂസായിട്ട് തന്നെ ചെറുതായിട്ട് സ്ലോ ഇതിലിട്ടാണ് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഞാൻ ചോക്ലേറ്റ്. പലപ്പോഴും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ചോക്ലേറ്റ് എങ്ങനെയാണ് മെൽറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ഇന്ന് വളരെ ഈസിയാണിത്. സോ നമ്മൾ ചോക്ലേറ്റ് നമ്മുടെ ഐസിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക. സംഭവം ഇത്രേ ഉള്ളൂ. സംഭവം വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. സോ ഈ ടാപ്പ് ചെയ്യുമ്പം ഈ സംഭവം അന്നേരം തന്നെ സെറ്റാകും. ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോൾ ഐസ് എടുക്കുകയാണ് അതിൻ്റെ സെൻറ്ററിൽ ഒഴിക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഒഴിച്ചപ്പോൾ ഇച്ചിരി മാറിപ്പോയി, എന്നാലും പറയുകയാണ് സെൻട്രൽ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. സോ ഇത് ഒന്ന് തണുക്കെടുത്ത് കണ്ടോ, ഇപ്പോൾ തന്നെ ഓൾറെഡി തണുത്ത് തുടങ്ങി. നമുക്കിത് കണ്ടോ എടുത്ത് മാറ്റാൻ സാധിക്കും. പക്ഷേ നമുക്ക് കുറച്ച് നേരോടെ സെറ്റാണ്. ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റിൻ്റെ അകത്ത് എപ്പിടിച്ചിട്ട് ഫാറ്റ് കാണും. അതായത് ഇപ്പോൾ ഒറിജിനൽ ചോക്ലേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് കൊക്കോ ബട്ടർ കാണും. അല്ലാതെ ഇത് നമ്മൾ സാധാരണ വെജിറ്റബിൾ ഫാറ്റുള്ള അതായത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് വനസ്പതി അങ്ങനെയുള്ള ഉടായ്പ സാധനങ്ങളൊക്കെ കാണും അതിൻ്റെ അകത്ത്. സോ അതും നമ്മുടെ ചോക്ലേറ്റിനെ പെട്ടെന്ന് സെറ്റ് ചെയ്യിക്കും. സോ നമുക്ക് നോക്കാം. ഇവിടെ എന്തായാലും ഇത് ഫുള്ളായിട്ട് കണ്ടോ ഇപ്പോൾ തന്നെ എടുത്ത് മാറ്റാൻ തരിക. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ തന്നെ ഇവിടെ സെറ്റായി തുടങ്ങി. സോ ഞാൻ തിരിച്ച് വെച്ചത് കണ്ടോ, ഇതൊരു ഡിസൈനാണിത്. സോ ഞാൻ സൈഡിൽ ഒഴിച്ചുകൊണ്ടാണ് കുറച്ച് പൊട്ടിപ്പോയി. സോ ഇതുപോലുള്ള ഡിസൈനാണിത്. സോ എന്തായാലും നമുക്ക് 2-3 ഐസിൻ്റെ മുകളിൽ ഇവനെ വെച്ചേക്കാം. വേറെ ഒന്നുമല്ല കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി ഒട്ടിപ്പിടിക്കും. സോ ഇവൻ ഇവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം വേറൊരു സിമ്പിൾ ടെക്നിക്ക്. സോ ഈ സെയിം ഐസിൻ്റെ അകത്ത് തന്നെ വെള്ളം ഒഴിക്കുക. നിറച്ചൊഴിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. നിറച്ചൊഴിക്കുക. പൈപ്പിംഗ് ബാഗ് എടുക്കുക. പൈപ്പിംഗ് ബാഗ് നമ്മൾ അതേ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് നമ്മൾ ഒഴിക്കുക. ചോക്ലേറ്റ് കോമ്പൗണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ ഇങ്ങനെയുള്ള ഇതിന് ഉപയോഗിക്കുന്നത് കൊക്കോ ബട്ടർ ഉള്ള ചോക്ലേറ്റ് ആണ്. സോ അതിൻ്റെ ലിങ്ക് എന്നാണ് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഓൾറെഡി. സോ എടുക്കുക. വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണിത്. കട്ട് ചെയ്യുക. നേരെ നമ്മുടെ ഐസ് ക്യൂബിലോട്ട് പൈപ്പ് ചെയ്യുക. സോ പൈപ്പ് ചെയ്യുമ്പോഴത്തേന് ഇതുണ്ടോ എന്ന് ഇളക്കി കൊടുത്തേക്കുക. വേറെ ഒന്നുമല്ല, താഴോട്ട് പോകാൻ വേണ്ട, അല്ലെങ്കിൽ ഐസിൻ്റെ മുകളിൽ വന്നിക്കും. വളരെ എളുപ്പമാണ്. വേറെ ഒരുപാട് എക്സ്ട്രാ ടൈമിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല നിങ്ങൾക്ക്. സോ ഇളക്കി 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 ഈ ചോക്ലേറ്റ് ഇടുക. നല്ലോണം കൈയൊക്കെ തണുക്കും കേട്ടോ, അത് വേറെ കാര്യം. സോ നമ്മൾ ഇത് കണ്ടോ നെക്സ്റ്റ് ഉള്ള ഡിസൈൻസ് വരെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ, ഒരു കുഴപ്പമില്ല. സോ ഇതുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പം തന്നെ ഒട്ടി തുടങ്ങി. കാരണം വെച്ചാൽ ഐസിൻ്റെ അകത്ത് എൻ്റെ കൈ തണുത്തിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. സോ ഇത് നിങ്ങൾക്ക് കേക്കിന് മുകളിൽ ഉപയോഗിക്കാൻ സാധിക്കും. സോ നമുക്ക് ഇതല്ല മെയിനായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇത് നിങ്ങൾക്ക് ഇതിന് മുകളിൽ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേക്കിന് മുകളിൽ വെക്കാൻ സാധിക്കും. നല്ല ഡിസൈൻ ആയിരിക്കും. പിന്നെ സൈഡിൽ ഇപ്പം നമ്മളിപ്പോൾ ആദ്യമേ പൈപ്പ് ചെയ്ത ചോക്ലേറ്റ്, ഇത് ചോക്ലേറ്റ് നൂഡിൽ എന്നാണ് ഇതിന് പറയുന്നത്. എന്താണ് ചോക്ലേറ്റ് നൂഡിൽ? സോ ഈ നൂഡിൽസ് നല്ലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് തണുപ്പിച്ചെടുക്കുക. പിന്നെ ഐസ് ഉണ്ട്, ഓക്കെ, എടുത്ത് മാറ്റുക. ഐസിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. എൻ്റെ കൈ നല്ലോണം തണുക്കുന്നുണ്ട്. വേറെ നല്ല ഐസ് വെള്ളത്തിൽ കൈയിട്ടുണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. സോ ഐസൊക്കെ മാറിയിരിക്കട്ടെ. ഇതിന് പറയുന്നത് ചോക്ലേറ്റ് നൂഡിൽ എന്നാണ് ഇതിന് പറയുന്നത്. സോ ഈ നൂഡിൽ നമുക്ക് ചെറുതായിട്ടിത് ടിഷ്യൂ പേപ്പർ വെച്ച് എടുത്തു കഴിഞ്ഞാൽ വെറ്റ് നമുക്ക് മാറ്റാൻ സാധിക്കും. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊക്കോ പൗഡർ ചെറുതായിട്ട് അതിന് മുകളിൽ ഇട്ട് കഴിയുമ്പോൾ ചെറു ഡ്രൈ ആവും. അത് നമുക്ക് കേക്കിന് മുകളിൽ സൈഡിലും നമുക്ക് ഫ്ലവേഴ്സിനൊക്കെ പകരം നമുക്ക് സൈഡിൽ വെക്കാം. അതുപോലെ തന്നെ കേക്കിൻ്റെ സൈഡിൽ നമ്മൾ സ്പ്രിങ്കിൾസ് വാങ്ങിക്കില്ല, സ്പ്രിങ്കിൾസിൻ്റെ അതേ പർപ്പസിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇത് കണ്ടോ വളരെ എളുപ്പമാണ്. ഇത് കണ്ടോ, ഇതിന് നമ്മുടെ കടൽപ്പുറ്റ് എന്നാണ് പറയുന്നത്. ഇത് ഫുൾ ഐസ് മെൽറ്റായി പോകണം. സോ അതിന് ഇച്ചിരി ടൈം എടുക്കും. പക്ഷേ ഇത് കഴിയുമ്പോൾ നിങ്ങൾ എന്നാലും കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് ഇരിക്കുന്നുള്ളൂ. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം.
ഇതാണ് സംഭവം. ഇതിപ്പോൾ ഞാനിപ്പം ഫുള്ളായിട്ട് എടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകും. സോ ഇതൊരു അരമണിക്കൂർ വരെ എടുക്കും ഈ ഐസ് മെൽറ്റായി പോകും. സാധാരണ നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ റൂം ടെമ്പറേച്ചർ വെച്ചാൽ മതി, ഐസ് മെൽറ്റായി പോകും. ഐസ് മെൽറ്റായി കഴിഞ്ഞ് ടിഷ്യൂ പേപ്പർ വെച്ച് ടച്ച് ചെയ്ത് ക്ലീൻ ആക്കി എടുത്ത് കുറച്ച് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ചോക്ലേറ്റ് ഗാർണിഷ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ഗാർണിഷാണ്. കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉപയോഗിച്ച് ചെയ്യാം, അതുപോലെ തന്നെ കൊക്കോ ബട്ടറുള്ള ചോക്ലേറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? 1 സീവീഡ്, 2 ചോക്ലേറ്റ് നൂഡിൽ, പിന്നെ നിങ്ങൾക്ക് ഏത് ഡിസൈൻസ് വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു 3 ദിവസം വരെ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ചോക്ലേറ്റ് വെള്ളത്തിൽ നമ്മൾ പൈപ്പ് ചെയ്തുകൊണ്ടാണ് 3 ദിവസം മാത്രം ഇതിൻ്റെ മാക്സിമം വാലിഡിറ്റി ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എമർജൻസി ആയിട്ട് അപ്പോൾ ഇന്ന് യൂസ് ചെയ്യേണ്ട കേക്കുകൾക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദി ബിഗ് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. സീ യു നെക്സ്റ്റ് ടൈം.